ഹായ് ഗൈസ്, ഹായ് മാധവ്. എടാ ഞാനൊരു കാര്യം പറയാം. ഇത് കള്ളൊന്നുമില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. അതായത് ഡെത്ത് നോട്ട് കഴിഞ്ഞിട്ട് ചാനലിലെ നെക്സ്റ്റ് വീഡിയോ ഈ സിനിമ ആയിരിക്കണം, അതായത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓസ്കാർ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് അവാർഡ്സ് കിട്ടി സിനിമയ്ക്ക്. അതായത് മികച്ച സംവിധായകൻ, മികച്ച എഡിറ്റിങ്, മികച്ച കാസ്റ്റിങ്, മികച്ച സഹനടൻ, പിന്നെ സ്ക്രീൻ പ്ലേക്കും എന്തോ ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ സിനിമയുടെ ചർച്ചകൾ പിന്നെ ഓണായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിലും. അങ്ങനൊരു സമയത്ത് ഈ സിനിമയെപ്പറ്റി സംസാരിക്കാൻ ഒരു പറ്റിയതിൽ ഒരു ചെറിയൊരു സന്തോഷം. ഓക്കെ, ഈ സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന ഈ സിനിമ, ഇതിലേക്കാണ് എത്തുന്നത്. എനിക്ക് ഈ സിനിമയുടെ കഥയോ ഇത് എങ്ങനത്തെ പ്രീമിക്സ് ആണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാനിത് ആഫ്റ്റർ OTT ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്താണ്, ഞാൻ വിചാരിച്ചൊരു മുൻവിധി ഉണ്ടായിരുന്നു ഈ പടം, അതായത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഒരു സ്ലോ പേസ്ഡ് സാധനമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ട്രെയിൻ പോകുന്ന പോലത്തെ ഒരു പടം. അതായത് പട്ട എന്ന് പറഞ്ഞ് കട്ട്സും സാധനങ്ങളും, അങ്ങനെ ഭയങ്കര ഒരു ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. അതും ചുമ്മാ ഫാസ്റ്റ് ബേസ്ഡ് അല്ല. സാധാരണ ഇത്തരം സിനിമകൾ ഉണ്ടാവുമ്പോൾ ഈ ഫാസ്റ്റ് പേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇമോഷൻസ് നമ്മളിലേക്ക് എത്താൻ ഭയങ്കര, അത് അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ, പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ഇതിൽ ഹെവി ആയിട്ട് വർക്കായിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ പക്കയായിട്ട് എത്തുന്നുണ്ട്, ഓരോ ഇമോഷൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സാധനം ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എല്ലാം പോകുന്നത്. സത്യം പറഞ്ഞാൽ ഏകദേശം 3 മണിക്കൂറുണ്ടല്ലോ ഈ പടം. ആ 3 മണിക്കൂറും പോയത് അറിഞ്ഞില്ല. കാരണം ഇറ്റ്സ് സോ എൻ്റർടൈനിങ്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലൊരു ആക്ഷൻ അല്ലെങ്കിൽ ഡ്രാമയൊക്കെ പറയുന്ന, അതിൽ കുറച്ച് ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാൻ പറ്റുന്ന അറിയത്തില്ല, സീരിയസ് ആയിട്ടുള്ള ഇടങ്ങളിൽ തന്നെ നമുക്ക് ചിരി വരുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കിടിലൻ, എന്താ പറയുക, ഒരു ഫുൾ എൻ്റർടൈനർ ആയിരുന്നു ഈ പടം ഇത്ര എൻ്റർടൈനിങ് ആണെന്ന് പറയുമ്പോൾ അതിന് ഒന്നാമത്തെ കാരണം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസുകളാണ് ഈ സിനിമയിലെ. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ അണ്ണൻ ഡിക്കാപ്രിയോ. എൻ്റെ പൊന്നോ, അഴിഞ്ഞാടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സിനിമ ടോട്ടലങ്ങ് പുള്ളി അങ്ങ് അഴിഞ്ഞാടുകയാണ്. എന്താ കാസ്റ്റിങ്! സംവിധായകൻ്റെ ആ ഒരു പിക്ക് ഉണ്ടല്ലോ, അത് ഒന്നൊന്നര പിക്കാണ് ഇദ്ദേഹത്തിലേക്ക് ആ വേഷം കൊടുത്തത്. എന്ത് രസമാണ്. അതായത് ആളുടെ ഒരു അച്ഛനാണ്, അപ്പോൾ മകളുടെ ആ ഒരു കാര്യത്തിലുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, അതിനിടയ്ക്ക് ഒരു കോഡ് മറന്ന പോലെ ആള്. ഇതൊക്കെ ആൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി, അതായത് നമുക്ക് ഒരേ സമയം ആളുടെ ടെൻഷനും സാധനങ്ങളൊക്കെ എത്തുന്നുണ്ടെങ്കിലും അതിനെ ഇവർ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമിക്കായിട്ടുള്ള രീതിയിലാണല്ലോ, അത് നമുക്ക് കിട്ടും. അങ്ങനെ രണ്ട് രീതിയിലും ആ ഒരു പെർഫോമൻസ് കൊണ്ട് ത്രൂ ഔട്ട് പടത്തിൽ ആൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പീക്ക് പരിപാടി. പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഡെൽറ്റോറോ, സെൻസയുടെ ക്യാരക്ടർ. അയ്യോ, വെറുതെ കിടുവായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ വെറുതെ നൈസായിരുന്നു. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ വില്ലൻ ഷോൺ പെൻ. അപ്പോൾ ആളുടെ ക്യാരക്ടർ എൻ്റെ പൊന്നെ സീൻ. ദെൻ നമ്മൾ മോളായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, ആളുടെ പേര് ഇതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ അറ്റത്ത് കിടപ്പുണ്ട്, ചെയ്സ് ഇൻഫിനിറ്റിയോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ പെർഫോമൻസ്, അങ്ങനെ എല്ലാവരും കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നവരാണ് ഇവർ 4 പേര്. ഇവർ 4 പേരാണ് എന്നെ പടത്തിൽ ഏറ്റവും ആ ഒരു, ഞാൻ പറയില്ല, എൻ്റർടൈൻ ചെയ്യുന്നുള്ളത്. ഇവർക്ക് 4 പേർക്കും ഭയങ്കര പങ്കുണ്ട്. കാരണം 4 പേരും കൂടെ പരിപാടി ചെയ്തിരിക്കുന്ന 4 പേരുടെയും പെർഫോമൻസ് അത്രയും എനിക്ക് പടത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് തോന്നിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ 1ാം സ്ഥാനം അണ്ണന്. ഞാൻ വീണ്ടും പറഞ്ഞു, എല്ലാവരും പൊളിയാണ്. അങ്ങനെ മൊത്തത്തിൽ പെർഫോമൻസ് പടത്തിന് ഭയങ്കര ഒരു ബാക്ക് ബോൺ ആണ്, അല്ലെങ്കിൽ ബാക്ക് ബോൺ ആണ് പടത്തിൻ്റെ. ദെൻ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിന് അവാർഡ് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയും ഫാസ്റ്റ് പേസിൽ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇമോഷൻ കൺവേ ആവണം. അപ്പോൾ ഇമോഷൻ കൺവേ ആകണമെങ്കിൽ കൃത്യമായൊരു ഫ്ലോ വേണം എഡിറ്റിങ്ങിന്. ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് ഫാസ്റ്റിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതല്ല പ്രേക്ഷകനോട്. അപ്പോൾ അതുപോലൊരു ഒഴുക്ക് വേണം എഡിറ്റിങ്ങിന്. അതേസമയം ആ വികാരങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തേണം. ആ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യാനായിട്ട് എഡിറ്റിങ്ങിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. എഡിറ്റിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. സോ അത് ഒരു രക്ഷയില്ല. നമുക്കിത് തോന്നും എന്ത് കട്ട്സാണ്, അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു ഫ്ലോ പടത്തിൽ വരുന്നതെന്ന് പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും. ദെൻ ഇതിൻ്റെ OST സൗണ്ട് ട്രാക്കുകൾ, ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതായത് ഒരുപാട് ലെയേഴ്സ് ഇൻസ്ട്രുമെൻസ് ഉള്ള അങ്ങനത്തെ വലിയ ട്രാക്കുകളല്ല. പകരം സിംഗിൾ നോട്ട്സിൽ പോകുന്ന പോലത്തെ കൈൻഡ് ഓഫ് പരിപാടികളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്.
പക്ഷേ ഇത് ഭയങ്കര വർക്കിംഗ് ആണ്. നമുക്ക് എന്താ പറയുക, ഓരോ ഞാൻ പറയില്ല, എഡിറ്റിങ്, പെർഫോമൻസ് ഇങ്ങനെ ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ മൂഡ് എന്താണോ അത് മനസ്സിലാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ആ ഒരു മൂഡിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എൻ്റെ OST. എഡിറ്റിങ്ങും പെർഫോമൻസും പോലെ തന്നെ അതേ ലെവലിലേക്ക് പോകുന്ന സാധനമായിരുന്നു എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനം ഒരു ട്രാക്ക് എടുത്ത് പറയുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം അത്രയും ബ്ലെൻഡ് ആയിട്ടായിരുന്നു അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്കുകൾ ഈ പറയുന്ന പോലെ ആ ഒരു എന്താണോ സിനിമ അത് കുറച്ചും കൂടെ നമ്മളിലേക്ക് വ്യക്തമാക്കി എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു മൂഡ്, ഓരോ സീനിലും സംവിധാനം ഉദ്ദേശിക്കുന്ന ഒരു മൂഡ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളിലേക്ക് എന്താ പറയുക കുത്തി ഇറക്കുന്നുണ്ട് ആ ഒരു സ്കോറിംഗ് എന്ന് പറയുന്ന പടത്തിൽ. പിന്നെ മേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ ഹോളിവുഡ് ഫിലിം. അപ്പോൾ മേക്കിംഗ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു കിട്ടില്ല എൻ്റർടൈനിങ് പടം. നമുക്ക് വേണം ഒന്നും കൂടെ കാണാനൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു, വേണമെങ്കിൽ ഒന്നും കൂടെ ചുമ്മാ നമുക്ക്, അതായത് നമ്മൾ ഇപ്പോൾ ആ ഒരു സീൻ കാണാമെന്ന് പറഞ്ഞ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളങ്ങ് പടം ഇരുന്ന് കാണും. കാരണം അത്രയും ഭംഗിയായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ആ ക്ലൈമാക്സ്, ആ ഒരു എന്താ പറയുക റോഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സാധനം. എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം അങ്ങനെ ഒരു റോഡ് വെച്ചിട്ട് അവർ അതിലൂടെ ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടാണ് ആ ക്ലൈമാക്സ് ഫുള്ള് കൊണ്ടുപോയിരിക്കുന്നത്. അതൊരു സത്യം പറഞ്ഞാൽ അത് കിടിലൻ ഐഡിയയാണ്. നമുക്കത് ഭയങ്കരമായിട്ട്, അതായത് നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പടം ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. ആൻഡ് അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു റോഡ് വെച്ചിട്ട് ഇവരുടെ ആ ഒരു ക്ലൈമാക്സ് റൈറ്റിങ്ങും അതിൻ്റെ ഒരു എക്സിക്യൂഷനും കൂടെ വന്നപ്പോഴത്തേക്കും സാധനം വെറുതെ വേറെ ലെവലിൽ ഒരു ത്രില്ലിങ് പരിപാടിയിലേക്ക് മാറി. ഒരു കാറ് കയറിറങ്ങി പോകുന്നതും അതിനിടയിൽ ഇവർ വെച്ചിട്ടുള്ള ആ ഒരു കുറേ പരിപാടികളൊക്കെ എൻ്റെ മോനെ അത് വെറുതെ കിടലിന് ഐഡിയ ആയിരുന്നത്. അത് ഹെവി ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, പൊളി. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു ആവർത്തന വിരസത ഉണ്ടെന്നറിയാം, പക്ഷേ ഈ പടത്തിൻ്റെ മെയിൻ എന്തൊക്കെ പറഞ്ഞാലും പെർഫോമൻസ് തന്നെയാണ്. അത് കഴിഞ്ഞ് താഴത്തേക്കുള്ള എല്ലാം പെർഫോമൻസുകളാണ് ഈ പടത്തിലെ മെയിൻ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമ, അതായത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ഈ സിനിമ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ സിനിമ? ഇഷ്ടപ്പെട്ട സീനുകൾ, പെർഫോമൻസ് ഏരിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കമൻസ് വഴി ഷെയർ ചെയ്യുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.